സൂക്ഷ്മദർശിനി ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ പേരിൻ്റെ ഒരു ചേർച്ച കുറവ് നമ്മൾ കേൾക്കുമല്ലോ, സൂക്ഷ്മദർശിനി. എന്താണിത് സംഭവം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പല ആൾക്കാരും ഒരു സാധാരണ പടം, സിമ്പിളായിട്ടുള്ള പടം എന്നൊക്കെ വിചാരിച്ച് കാണാതിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയണു. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടേക്കുന്ന കുറച്ച് സിനിമകൾ, ലോകത്തിൽ ലക്ഷം പടങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് ഇന്ത്യൻ പടങ്ങളും ഇന്തോനേഷ്യൻ പടങ്ങളും ഇംഗ്ലീഷ് പടങ്ങളും കൊറിയൻ പടങ്ങളും ഡച്ച്, ഫ്രഞ്ച് എന്നിങ്ങനെയുള്ള പല പടങ്ങളും കണ്ടേക്കുന്ന ഒരു സ്ഥാനത്ത് ഈ ഒരു പടം കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നാടൻ ത്രില്ലർ മൂവീനെ ഞാൻ അങ്ങേയറ്റം മിസ് ചെയ്ത് പോയേനെ എന്നുള്ളൊരു കാര്യമാണ്. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന പടം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിനിമ കാണാം. ബേസിൽ ജോസഫിന്റെ സാധാരണ നാടൻ പടങ്ങൾ പോലത്തെ ഒരു പടം എന്ന് ചിന്തിച്ചു പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയാണ്, അങ്ങനെ നിങ്ങൾ കാണാതിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ OTT വന്നിട്ട് കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എൻ്റെ റിവ്യൂവിൽ നിങ്ങൾക്ക് 100% വിശ്വാസം വേണമെന്ന് ഞാൻ പറയണില്ല. 1% വിശ്വാസം, 1% നിങ്ങൾ എൻ്റെ റിവ്യൂവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ടിക്കറ്റ് എടുത്ത് ഈ സിനിമ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്ക്. IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 10ൽ 8.7 റേറ്റിംഗ് ഈ സിനിമയ്ക്കുണ്ട്. അത് വെച്ചിട്ടും ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റിലും പറ്റുവാശ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് പോയി കണ്ടു നോക്കാം. 2013 ഹോളിവുഡ് നല്ല ലോകത്ത് മൊത്തം ട്രെൻഡായിരിക്കുന്ന ഒരു വെബ് സീരീസ് ഐ ആം ദ ഡേഞ്ചർ എന്ന് പറയുന്ന സമയത്ത് തന്നെ സംഭവത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ കണ്ടവർക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സാധനം മലയാളത്തിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അന്നൊക്കെ സിനിമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ സീരീസ് കാണുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടൊക്കെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഒരു സാധനമൊക്കെ ചെയ്തു വെച്ച് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ കണ്ടത് അതിൻ്റെ ഒരു വിഷ്വൽ മലയാളം ഫോർമാറ്റായിരുന്നു. കിഡിലനായിട്ട് ചെയ്തു വെച്ചേക്കുന്ന പടം, ഒരു രക്ഷയിലായിട്ട് ചെയ്തു വെച്ചേക്കുന്ന പടം. സ്ക്രിപ്റ്റിംഗ് കൊണ്ട് കിടു, ഡയറക്ഷൻ കൊണ്ട് കിടു, എല്ലാം കൊണ്ടും ഇത് താണ്ട സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം. എടുത്തു പറയേണ്ട കാര്യം എൻ്റെ മോനെ നസ്രിയ നസീം, ഫഹദ് ഫാസിലിൻ്റെ ഭാര്യയാണ് നസ്രിയ നസീം എന്നൊക്കെ പറയുന്ന പുതിയ ടൈറ്റിലൂടെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും പഴയ ക്യൂട്ട്നെസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ചളമാകുന്ന ഞാൻ സിനിമ തുടങ്ങിയേക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സിനിമ കഴിഞ്ഞേക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഇതിലും ബെറ്റർ ആക്ട്രസ് വേറെ ഏതാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ബോൾഡായിട്ടുള്ള ഒരു ലേഡി ഇത്തരത്തിലുള്ള സിനിമയിൽ ഇവർ ചെയ്തു വെച്ചേക്കുന്ന പോലത്തെ ഒരു കഥാപാത്രം ചെയ്യാന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ബേസിൽ ജോസഫിൻ്റെ കാര്യം പറഞ്ഞോണം, ഒരു ഫഹദ് ഫാസിലാണ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കാന്നുള്ളത്. പക്ഷെ ഒരേ സമയത്ത് ഭയങ്കര ക്യൂട്ടും എന്നാൽ വളരെ ഫാമിലി പേഴ്സൺ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു സ്ത്രീ, അവരുടെ ചെറിയ ബുദ്ധിയിൽ, അവരുടെ അടുക്കള ജീവിതത്തിലുള്ള അവരുടെ ലൈഫിൽ നിന്ന് അവർ കണ്ടുപിടിക്കുന്ന ഒരു വിസിൽ വരെ ഉപയോഗിച്ചുകൊണ്ട്, ഈ പ്രഷർ കുക്കറിൽ നിന്ന് വരുന്ന വിസിൽ വരെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൗണ്ട് വരെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് ഒരു മൂവി, അത് ഞാൻ മറ്റൊരു സിനിമയിലും ഒരു ഹോളിവുഡ് സിനിമയിലും കണ്ടിട്ടില്ല എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഡയറക്ടറിൻ്റെ പേര് MC ജിതിൻ എന്നാണ്. ഇതേ തന്നെയാണ് ഈ സിനിമയുടെ റൈറ്റർ 3 പേരുണ്ട്, അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB. ഈ 3 പേരും പണി വെച്ചേക്കുന്ന ഐറ്റൻ്റെ മോനെ സീരിയലായിട്ട് പോകേണ്ടിയിരുന്ന ചില മൊമെൻറ്റ്സുകളിൽ പോലും ഇവരുടെ കഴിവ് കൊണ്ട്, സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു പവർ കൊണ്ടും പടം കത്തിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി കത്തി കയറിയിട്ടുണ്ട്. ബ്രോ ഹാസ് കുക്ക്ഡ് ദിസ് മൂവി വെൽ. ആ കാര്യത്തിലൊരു സംശയം വേണ്ട. നല്ല രീതിക്ക് പണി അറിയാവുന്ന തരത്തിൽ തന്നെയാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സത്യൻ അന്തിക്കാട് പടത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ജീത്തു ജോസഫിലോട്ട് എത്തിച്ച് പിന്നീട് അതൊരു ഇൻ്റർനാഷണൽ സ്റ്റഫായിട്ട് മാറ്റാനായിട്ട് കാണിച്ചേക്കുന്ന ഒരു നാടൻ സിനിമയുടെ വിജയം, അതാണ് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ടൈറ്റിലോട് കൂടിയ ഒരു ആപ്റ്റായിട്ടുള്ള ടൈറ്റിലാണ്. ആദ്യം കേൾക്കുമ്പോൾ ഇത് എന്താണ് സംഭവം എന്നൊക്കെ തോന്നും. പല ആൾക്കാർ സിനിമ കാണാത്തതിൻ്റെ കാരണം തന്നെയായിരിക്കും. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വൈ ഈ സിനിമയ്ക്ക് ഈ ഒരു ടൈറ്റിൽ ഇട്ടു എന്നുള്ളതും മനസ്സിലാവും. ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതും ഓൾമോസ്റ്റ് ഒരു മിഡിലായിട്ടാണ് കാണിക്കുന്നത്. ബേസിൽ ജോസഫ് ഈ സിനിമയുടെ നട്ടെല്ലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടേക്കുന്ന ആദ്യത്തെ സെലിബ്രിറ്റി സ്റ്റാർ, ഞാൻ നേരിട്ട് അടുത്തുനിന്ന് സംസാരിച്ച് ഫോട്ടോ എടുത്തേക്കുന്ന ആദ്യത്തെ സെലിബ്രിറ്റി സ്റ്റാർ എന്ന് പറയുന്നത് ബേസിൽ ജോസഫാണ്. ഞങ്ങളുടെ കോളേജിൽ വെച്ച് കണ്ട് സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള പേഴ്സണാണ്, നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ കാണാറുണ്ടല്ലേ. പക്ഷേ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ കണ്ടുവന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ബേസിലിൻ്റെ ഒരു നിലവാരം, ഒരു ഗ്രേഡ് എന്ന് പറയുന്നത് വേറെ ലെവലിലോട്ടാണ് പോയിരിക്കുന്നത്. മന്ത്ലി സ്റ്റാറാണ് ബേസിൽ ജോസഫ് എന്ന് പറയുന്നത് അല്ലേ. ഓരോ മാസം ഓരോരോ പടങ്ങളിൽ ARMലുണ്ട്, വാഴയിലുണ്ട്, ഗുരുവായൂർ അമ്പലനടയിലുണ്ട്. ഇതിനിടയ്ക്ക് എത്ര സിനിമകൾ വന്നിട്ടുണ്ടോ എല്ലാ ഹിറ്റ് പടങ്ങളിലും പുള്ളിയുടെ ഒരു തല അവിടെ എന്തായാലും ഉണ്ടാവും. പുള്ളിയുടെ തല വന്നിട്ടുണ്ടെങ്കിൽ ആ പടങ്ങളെല്ലാം ഹിറ്റായിട്ടുണ്ട് താനും ഒരു പരിധി വരെ. കിഷ്കിണ്ഡ കാണ്ഡത്തിൽ പുള്ളി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. പുള്ളിയുടെ ഒരു ഗ്രാഫ്, പുള്ളി പണി വെച്ചേക്കുന്ന ഒരു സാധനം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ബേസിൽ ജോസഫിനെയാണ് ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റുക. പൊതുവേ നിഷ്കളങ്കനായിട്ടുള്ള ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബേസിൽ ജോസഫിനെയാണ് കാണാൻ പറ്റാന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ പുള്ളി അങ്ങനെയൊന്നുമല്ല. ഹീസ് ഇന്നസെൻറ്റ്, ഹീസ് ക്യൂട്ട്, ബട്ട് ഹീസ് ഡേഞ്ചർ.
മറ്റേ സീരിയസ്ലി പറഞ്ഞോണം ഐ ആം നോട്ട് ഇൻ ഡേഞ്ചർ സ്കൈലർ, ഐ ആം ദ ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് മച്ചാൻ ഈ സിനിമയിൽ പണി വെച്ചേക്കണേ. സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ഫണ്ണി ആയിട്ടുള്ള ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഹ്യൂമറുള്ള ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഞാൻ ലിറ്ററലി എനിക്കത് ഇപ്പോഴാണ് മനസ്സിലായത്. ബ്രഹ്മയുഗമൊക്കെ കണ്ടേക്കുന്ന സമയത്ത് കിളി പറത്തി പോയിട്ടുണ്ട്. കാരണം ആ സിനിമയിൽ മറ്റെല്ലാ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും ഇൻക്ലൂഡിങ് മമ്മൂക്കയുടെ ആ സിനിമയിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു സാധനം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരുന്നു. ശരിക്കും ആ ഇല്ലത്തിൽ ജീവിച്ചേക്കുന്ന ഒരു മനുഷ്യൻ നമുക്ക് തോന്നിപ്പോകും അല്ലേ. അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയം ശക്തി, ഒരു ശൈലി ഉള്ള ഒരാളാണ്. KPS ലളിതയുടെ മോനാണ്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് എന്നാണെന്നുള്ള ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആ ഒരു തലം വേറെയാണ്. പക്ഷേ ഹ്യൂമർ ഈ സിനിമയിൽ ഈ പുള്ളി വളരെ സട്ടിലായിട്ട് ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് പോയിക്കുന്ന രീതി എന്ന് പറയുന്നത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇദ്ദേഹത്തിൻ്റെ സീൻ വന്നേക്കുന്ന സമയത്ത് ഒരു സീൻ സിനിമയിൽ വരുന്നുണ്ട്. ഒരു 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 പോയിന്റിൽ ഇയാളെ കണ്ടുപിടിച്ചു എന്ന് തോന്നുന്ന ഒരു മൊമെന്റ് വരുന്നുണ്ട്. ആ സമയത്ത് പ്രേക്ഷകരൊക്കെ ചിരിക്കായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ടോം ആൻഡ് ജെറി കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ എന്താ പറയുക, ചില സിനിമകളിൽ മാത്രം കണ്ടു വന്നേക്കുന്ന പോലത്തെ ഒരു സട്ടിലായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു നൈസ് കോമഡി കുത്തിയിറക്കാൻ വേണ്ടിയിട്ടുള്ള കോമഡി ഇല്ല, നൈസായിട്ട് അങ്ങ് ചെയ്തു വെച്ചേക്കുന്ന ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് വാസ് സോ സൂത്തിങ്, സോ വേറെ ലെവലായിരുന്നു. ക്രിസ്റ്റോ സേവിയർ ഈ അടുത്ത് ഒരുപാട് മ്യൂസിക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരുപാട് മ്യൂസിക് കമ്പോസിഷൻസ് ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഓരോ മ്യൂസിക്കും, ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതാത് സീനിന് അനുസൃതമായിട്ട് അതിനെ വെൽ രീതിക്ക് അടിപൊളിയായിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ക്രിസ്റ്റോ സേവിയർ തകർത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല, തകർത്തിട്ടുണ്ട്. എനിവേസ് ഓവറോൾ ഒരു പാക്കേജ് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റാർ കാസ്റ്റുള്ള കഥ. ഞാൻ വീണ്ടും പറയണു, എനിക്ക് പറഞ്ഞതിൻ്റെ രോമാഞ്ചം കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കയ്യിൽ കാശുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക. നിങ്ങൾ ഈ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തേക്കുന്ന ഒരു ലെവൽ, ഒരു ബേസിൽ ജോസഫ് പടം, ഓക്കെ, ഒരു നാടൻ പടം, ഒരു പുതിയൊരു സംവിധായകൻ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ചാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷനൊക്കെ എടുത്ത് വെള്ളത്തിലെറിയും. നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കൈയടിക്കും. ആ മാതിരി സാധനമാണ് ഈ പടത്തിൽ പണി വെച്ചേക്കണേ. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെൽ എക്സിക്യൂട്ടഡ് മൂവി. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. എന്നെ വിശ്വാസമുള്ളവർ ഒരാളെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, 100% വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല, 1% വിശ്വാസം എൻ്റെ റിവ്യൂവിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ തിയേറ്ററിൽ ഈ സിനിമ പോയി കാണുക. OTT വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും കിട്ടില്ല. OTT വന്നു കഴിഞ്ഞാൽ ഡീഗ്രേഡും ചെയ്യാൻ പറ്റില്ല ഈ പടത്തിനെ, ഞാൻ ഉറപ്പിച്ച് പറയണം. കാരണം അത്രയും സെറ്റ് പടമാണ്, പോയി കണ്ടോ, മിസ്സാക്കരുത്. ഈ സിനിമയ്ക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അത് കിട്ടിയാൽ ഇത് ദൃശ്യത്തിൻ്റെ ലെവലിൽ തന്നെ എത്തിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു മൂവി ആയിരിക്കും, ഒരു സംശയം വേണ്ട. കട്ടയ്ക്ക് കട്ട നിൽക്കുന്ന മൂവി ആയിരിക്കും. കാരണം ടെക്നിക്കലി സൂപ്പറാണ്, കഥ സൂപ്പറാണ്, ഒരു നാടൻ കഥയാണ്, വെൽ എക്സിക്യൂട്ടഡ് മൂവി, സൂപ്പർ. ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഐ എം ലിറ്ററലി സോ സാറ്റിസ്ഫൈഡ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന റേറ്റ്സ് വിറ്റ് ഓൺ ആൾസ് പാസ് സൈനിങ് ഔട്ട്. ബൈ.